ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ചെറിയൊരു സെർച്ചിങ്ങിലാണ്. നമ്മളിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേബി, നമ്മൾ എന്താണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബേബിക്ക് മുടി വെട്ടണം. അപ്പോൾ മുടി വെട്ടുന്നതിൻ്റെ ഹെയർ സ്റ്റൈലാണ് നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഹെയർ ഇങ്ങനെ ചീകി വെച്ചാൽ പോലെ ഇരിക്കും. അതെ അതെ അതെ. നമുക്ക് സംതിങ് ഡിഫറെന്റ് നോക്കാം. വേറെ നോക്കുക, വേറെ ഇഷ്ടപ്പെട്ടത് ഇതോ. ഇത് വെട്ടിയിട്ടുണ്ടല്ലേ? നിനക്ക് വെട്ടിയിട്ടുണ്ടല്ലോ. നിനക്ക് വെട്ടിയിട്ടുണ്ടല്ലോ. കുളിപ്പിക്കാൻ പാടില്ല. സോറി, നീ കുളിപ്പിക്കില്ല. എത്ര ദിവസം കുളിക്കാൻ പാടില്ല? എത്ര ദിവസം കുളിക്കാൻ പാടില്ല? എപ്പോഴും കുളിക്കണ്ട. മുടി വെട്ടി കഴിഞ്ഞാൽ പിന്നെ കുളിക്കേ വേണ്ട അല്ലേ? അങ്ങനെ അവസാനം ഒരു ഹെയർ സ്റ്റൈൽ കണ്ടുപിടിച്ച് അത് വെട്ടാനായിട്ട് നമ്മളെല്ലാവരും കൂടെ പോവുകയാണ്. നല്ല വെയിലുണ്ട്. ഏകദേശം 10-10:30 ആയിട്ടുണ്ട്. സൂപ്പർ വെയിലാണ്. അപ്പം നമ്മളെല്ലാം കൂടെ നിന്ന് നടന്ന് പോവുകയാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെ ബേബിയുടെ സൈക്കിൾ എടുത്ത്, ബേബിക്ക് സൈക്കിൾ വന്നു പറഞ്ഞിട്ട് സൈക്കിൾ ചവിട്ടണമെന്ന് പറഞ്ഞ് ബേബി സൈക്കിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഒരു കെട്ടിടം പൊളിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ, അതിൻ്റെ ഒരു വിഷ്വൽസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വെയിലുള്ളതുകൊണ്ട് കുടയും പിടിച്ചാണ് പോയത്. നല്ല വെയിലുണ്ട്. പക്ഷേ സാറിന്, പുള്ളിക്കാരന് വെയിലെന്നൊരു വിഷയമല്ല. അവന് സൈക്കിൾ ചവിട്ടിയാൽ മതി. പക്ഷേ ഈ സൈക്കിൾ കൊണ്ടുപോകണ പാടാണ്. കുറച്ച് നേരം ചവിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവനെ എടുക്കണം, സൈക്കിളും എടുക്കണം എന്നുള്ളൊരു വിഷയമാണ്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അറിയില്ലല്ലോ പുറത്ത് ഇത്രയും വലിയ ചൂടാണെന്ന്. അതിൻ്റെ ഒരു ആവേശത്തിന് സൈക്കിളുമായിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ നല്ല പണി കിട്ടി. എന്തായാലും നടന്ന് നമ്മൾ സലൂണിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോഴതിനേക്കാളും വലിയ പണി, സലൂൺ ഓപ്പൺ ആയിട്ടില്ല. പക്ഷേ ഞങ്ങൾ പോയിട്ട് പിന്നീട് വന്നു കേട്ടോ. പിന്നീട് രാത്രിയായപ്പോൾ വന്നപ്പോൾ അവിടെ ഓപ്പൺ ആയിരുന്നു. ഇവിടുത്തെ ഒരു ആംബിയൻസ്, എൻ്റെ ദൈവമേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ് കേട്ടോ. കോസ്റ്റ്യൂം മാറിയിരിക്കുന്നത് കണ്ടാലറിയാം. നമ്മൾ വന്ന സമയമല്ല, അത് രാവിലെ വന്നത്. ഇപ്പോഴും ഞങ്ങൾ വന്നിരിക്കുന്നത് രാത്രിയിലാണ് ഹെയർ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ഹെയർ കട്ട് ചെയ്യും. ഞങ്ങളിങ്ങനെ ഒരു ദിവസം ഇവിടെ അടുത്തെവിടെയെങ്കിലും സലൂൺ ഉണ്ടോ എന്ന് നോക്കി കണ്ടുപിടിച്ച ഒരു ഷോപ്പാണ്. എന്നിട്ട് പിന്നെ ഒരു 3-4 പ്രാവശ്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. നമ്മൾ നോർമലായിട്ട് ഹെയർ കട്ട് ചെയ്യുന്നതിന് ഏകദേശം 15 dirhams ഒക്കെയാണ് ആവുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഫോട്ടോ കാണിച്ചിട്ട് ഇതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ 25 dirhams പറഞ്ഞു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. പുള്ളി നന്നായിട്ട് പണിയെടുത്തു, നന്നായിട്ട് ഹെയർ കട്ട് ചെയ്തു. ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ആയിന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ലാസ്റ്റ് ഫോട്ടോ കാണിച്ചു തരാം, നിങ്ങളും കൂടി പറയണം എന്താണ് ഫോട്ടോയിൽ കാണുന്നത് പോലെയൊക്കെ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ ഹെയറൊക്കെ സ്റ്റൈൽ ചെയ്തു. പിന്നെ ഇവന് ഹെയർ കട്ട് ചെയ്യുന്ന ഹെയർ പുറത്തൊക്കെ വീണാൽ ഭയങ്കര ഇറിറ്റേഷനാണ്. ഫേസൊക്കെ വെച്ചിരിക്കുന്നത് നോക്ക്, അങ്ങോട്ട് പിടിക്കുന്നില്ല. ഹെയറൊക്കെ പുറത്ത് വീണാൽ ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ നമ്മൾ വാട്ടർ സ്പ്രേ ഒക്കെ ചെയ്യുമ്പോൾ അയ്യോ മുഖമൊക്കെ വയ്ക്കുന്നത് കാണണം. എന്തായാലും ഹെയർ കട്ട് ചെയ്തിട്ട് പുള്ളിക്കാരന് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അതിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട്. ഈ ഫോട്ടോയാണ് ഞങ്ങൾ കാണിച്ചിട്ട് ഹെയർ കട്ട് ചെയ്തത്.